വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന അലൻ തിലക് ഷിറ്റോറിയോ കരാട്ടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബെൽറ്റ് ഗ്രേഡിംഗ് നടന്നു. വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടി പീരുമേട് എഇഒ എം രമേശ് ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1982 മുതൽ വണ്ടിപ്പെരിയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ആയോധന കലയുടെ പഠന കേന്ദ്രമായ അലൻ തിലക് ഷിറ്റോറിയോ സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ പഠനം നടത്തുന്ന സ്കൂൾ കുട്ടികൾക്കായുള്ള ബെൽറ്റ് ഗ്രേഡിംഗ് സംഘടിപ്പിച്ചത്. യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ബ്രൗൺ തുടങ്ങിയ ബെൽറ്റിന്റെ ഗ്രേഡിംഗ് ആണ് സംഘടിപ്പിച്ചത്. ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നടക്കുന്നത് ജില്ലയിലെ പ്രധാന കേന്ദ്രത്തിലാകും. കുട്ടികളിലെ മൊബൈലിന്റെ ദുരുപയോഗം, ഒപ്പം മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, കൂടാതെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക, ഇതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് സ്വയസുരക്ഷ ഉറപ്പുവരുത്തുക, ഇങ്ങനെ പല ഗുണങ്ങളാണ് ഈ ആയോധന കലയായ കരാട്ടെയ്ക്ക് ഉള്ളത്. ഇതുകൊണ്ട് തന്നെ നിരവധിയായ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ആയോധന കല പഠിപ്പിക്കുന്നതിന് ഇവിടെ എത്തിക്കുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്നലെ ഉച്ച മുതൽ തന്നെ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നിരുന്നു. തുടർന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സമാപനം ആയത്. സമാപന യോഗത്തിൽ വണ്ടിപ്പെരിയാറിലെ മാസ്റ്റർ കരാട്ടെ ബാബു അധ്യക്ഷൻ ആയിരുന്നു. പീരുമേട് എഇഒ എം രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും നോക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഇങ്ങനെ മാറി നിന്ന് കരാട്ടയിൽ ഇൻവോൾവ് ആകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കരാട്ടയെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, കരാട്ടെ എന്നത് എവിടെ നിന്ന് വന്ന ഒരു ആയോധിക കലയാണ്? ആർക്കും പറയാം ഉത്തരം? എവിടത്തെയാ? ജാപ്പനീസ്. കറക്റ്റ്, ഉത്തരം ശരിയാണ്. കരാട്ടെ എന്ന് പറയുന്നത് ജാപ്പനീസിൻ്റെ ആയോധിക കലയാണ്. ജാപ്പനീസ് സ്ഥാപനത്തിന്റെ സ്ഥാപക മാസ്റ്ററും നിലവിലെ വിവിധ സ്കൂളുകൾക്ക് കരാട്ടെ അധ്യാപകൻ കൂടിയായ മാസ്റ്റർ മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തുകയും കുട്ടികൾക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തി ബെൽറ്റ് വിതരണം നടത്തുകയും ചെയ്തു. മാസ്റ്റർമാരായ ജയകുമാർ, മണികണ്ഠൻ, വൈരമുത്തു തുടങ്ങിയവർ ബെൽറ്റ് ഗ്രേഡിംഗിന് നേതൃത്വം നൽകി. നിരവധിയായ കുട്ടികളും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.